ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മന്തി റെസിപ്പിയുമായിട്ടാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ടേക്ക് എടുക്കാം. ആദ്യം തന്നെ ഞാൻ 2 കഷ്ണം മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് 1 സ്പൂണ് മുളക് പൊടി, അടുത്തതായിട്ട് 1 സ്പൂണ് സിർക്ക, പിന്നെ അടുത്തതായിട്ട് 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുള്ളതുകൊണ്ട് തന്നെ ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നില്ല. നിങ്ങൾ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടുത്തതായിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു സൈഡിൽ അരിയും കൂടി 1 മണിക്കൂറോളം കുതിരാൻ വെക്കാം കേട്ടോ. ഞാനിവിടെ ബസ്മതി സല്ല റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മന്തീൻ്റെ. അങ്ങനെ ഇതാ നമ്മൾ ചിക്കൻ ഇത് ഇവിടെ നല്ലപോലെ മാരിനേറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ 1 മണിക്കൂറോളം നമുക്ക് ചിക്കനും കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതാ 1 മണിക്കൂറിന് ശേഷം ഞാൻ ഇവിടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ പീസ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ ചിക്കനൊക്കെ ഇതാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ ഇതാ അത്യാവശ്യം ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മളിത് മന്തിൻ്റെ റൈസിലെത്തിയിട്ട് ദം ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഓയിൽ നമുക്ക് ഇതിൻ്റെ ഓയിലില്ലേ അത് വേണം കേട്ടോ. ഇനി ഇതാ നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ ഒരു 2 സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ. അതിതാ നല്ല പോലെ നമുക്ക് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം വഴറ്റി കിട്ടുന്നതായിരിക്കും. പിന്നെ ഇത് അടുത്തതായിട്ട് ഞാൻ 2 കറുവപ്പട്ട, അതുപോലെ 3-4 ഏലക്കായ്, 3-4 ഗ്രാമ്പ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ മന്തി റൈസിന്. അതുപോലെ ഇതാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ 2 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതാ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ അതിലേക്ക് 1 ക്യാപ്സിക്കവും കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് 1 ഗ്ലാസ് 2 തക്കാളി നമ്മൾ മിക്സിയിൽ അടിച്ചു കൊടുത്തിട്ട് ഞാൻ ഇത് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ മന്തീൻ്റെ റൈസില്ലേ ഇതിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ വെള്ളത്തിൽ ഈ റൈസിനെ വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഇത് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കലാണ്. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം. ഒരു 30 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് മന്തീൻ്റെ റൈസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കുക്കിംഗ് ടൈം അധികം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ 3-4 ബേ ലീഫും അതുപോലെ നമ്മളെ ഉണക്കനാരങ്ങയില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ മന്തിക്ക്. അങ്ങനെ ഇതാ 30 മിനിറ്റ്സ് ആയതിന് ശേഷം ഏകദേശം വെള്ളമൊക്കെ ഇതാ വറ്റിയിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചും കൂടി വെള്ളം വറ്റേണ്ട ആവശ്യമുണ്ട്. നമുക്കൊന്നും കൂടി അടച്ച് വെച്ചിട്ട് വറ്റിച്ചെടുക്കട്ടെ വെള്ളം. അപ്പോൾ നമ്മളെ മന്തി റൈസ് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസ് ഇതിൻ്റെ മേലെ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചിക്കൻ വറുത്തെടുത്ത ഓയിലില്ലേ അതും കൂടി ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് അടുത്തതായിട്ട് നമ്മൾ മുളക് ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇതിൻ്റെ മുളകിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടുന്നതായിരിക്കും. ഞാനിതാ മുത്തിയോട് കൂടിയിട്ട് തന്നെ ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് ആവി കയറ്റാം. അപ്പോൾ ഇതാ നമ്മളെ മന്തി റൈസ് ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള വ്യത്യസ്തമായ രുചികളുമായി വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.